തരുമോ അളിയ കന്നാസും കടലാസും പോണ്. ഹേ ഹലോ ഹായ്. അപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. കുറേ ദിവസങ്ങളായി ഈ ഒരു സമയം കണ്ടിട്ട്. അപ്പോൾ ഷാദാ ഞാൻ കുത്തിപ്പൊക്കെ എണീറ്റ് ബാത്റൂമിലോട്ട് ഇട്ടിട്ടുണ്ട്. ഷാ കുളിക്കാൻ പോവാണ്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏലക്ക തല്ലാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ ചുമന്നിരിക്കുന്നു. മൈലാഞ്ചിയൊക്കെ നല്ലപോലെ ചുമന്നിട്ടുണ്ട് കണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇനിയും ചുമക്കാനുണ്ടായിരുന്നു. നല്ല വെളുപ്പിനെ ആ ഒരു പാരാത്രി സമയത്തല്ലേ ഇട്ടത്. അപ്പോൾ ഇനിയും ചുമക്കാനുണ്ട്. പക്ഷേ ഇപ്പം തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഏലക്ക ഞാൻ വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ കട്ടൻ ചായയൊക്കെ റെഡിയായി. ഞാൻ 2-3 പുതിനയിലേക്ക് ഇട്ട് ഷായ്ക്ക് പുതിനയില ഇട്ട് കൊടുക്കുന്ന കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്ത് വന്നിരുന്ന് കുടിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇരുന്ന് രാവിലെ എണീറ്റ് ചായ കുടിക്കാൻ ഞങ്ങൾക്ക് പൊതുവേ കട്ടൻ ചായയാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പെരുന്നാസ്കാരത്തിന് പള്ളിയിൽ പോകാൻ വേണ്ടി നഖം വെട്ടുകയാണ്. അപ്പോഴത്തേക്ക് അലി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നിൽക്കുക. ഉമ്മ അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ ഉലിക്കുന്നത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് വാപ്പ അടുക്കളയിൽ നിന്ന് ഇറച്ചിയൊക്കെ വൃത്തിയാക്കും. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാവേ. വാപ്പാക്ക് പൊതുവേ വീഡിയോസ് ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് പോയി ഒളിച്ച് നിന്ന് വീഡിയോ എടുക്കുക വാപ്പ ഇറച്ചിയൊക്കെ വൃത്തിയാക്കുന്ന. അപ്പോഴത്തേക്കും ബീഫായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാപ്പ ബീഫ് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷാ കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുന്നത് എപ്പോഴും. എനിക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ഷാ ചറപ്പറ വാരി അടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വാച്ചൊക്കെ എടുത്തു കൊടുത്തു. ഷാ വാച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്ന് ഷാ ചെരുപ്പ് എടുക്കുകയാണ്. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തിട്ട് അലിയും ഷായും ഒരുങ്ങി ഇറങ്ങി. ഇതാണ് അവരെ ലുക്ക് കണ്ടോ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി, സലാമൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് വാപ്പ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുട്ടപ്പനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് ഫോട്ടോ എടുത്താൽ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ഉമ്മായും വിളിക്കുക വാ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോഴത്തേക്ക് അലിയും ഷായും പോയി. സമയം ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ടാറ്റ പറഞ്ഞ് പോയി. അപ്പോഴത്തേക്കും വാപ്പായി ഓടി താഴെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇത് ഫ്ലാറ്റിലെ താഴത്തെ കൊച്ചാണ് മിസിരിയ ഉണ്ട് മിൻഹയുണ്ട്. അതിൽ മിസിരിയാണിത്. അപ്പോഴത്തേക്കും മിസിരിയുടെ വാപ്പായും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവളും സലാമൊക്കെ പറയാണ്. ഇതാ കണ്ട വാപ്പായും നിൽക്കുക. അങ്ങനെ ഇവരെല്ലാം കൂടെ പെരുന്നാൾ നമസ്കാരത്തിന് പോവുകയാണ്. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. സലാമൊക്കെ പറയുന്നുണ്ടോ വാപ്പ. സമയായി അസ്സലാമു അലൈക്കും. മിൻഹ ഹായ്. ഇത് ഞങ്ങളുടെ താഴത്തെ ഫ്ലാറ്റിലുള്ള കുട്ടിയാ മിൻഹ കുട്ടി. അല്ല മിസിരി. അയ്യോ എനിക്ക് പേര് മാറിപ്പോ. അപ്പുറത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് മിൻഹ ഉണ്ടല്ലേ. ഇവള് മിസിരിയ. എനിക്ക് രണ്ടുപേരും പേര് മാറിപ്പോ. ഇത് മുബാറക്ക്. ഉറക്കം എണീറ്റിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഇവരൊക്കെ പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഓണിയൻ ഓയിൽ ഹെയർ സ്പാ മാസ്ക് ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട്. അത് നല്ല മുടി സോഫ്റ്റ് ചെയ്യും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇതിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പള്ളിയിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇട്ട് കുട്ടപ്പിയായിട്ട് കുളിച്ചിരിക്കാമെന്ന് വിചാരിച്ച്. മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. ജോവീസിൻ്റെ നല്ല സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഷായൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അലിയും വന്ന് ഷായും വന്നു. അങ്ങനെ അലിയും ഷായും വന്നപ്പോഴത്തേക്ക് ഞാൻ കപ്പയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. ഷായ്ക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കപ്പയ്ക്കയും പാലും ഇട്ട്, നല്ല പഴുത്ത കപ്പയ്ക്കയായിരുന്നു, അത് രണ്ടും ഇട്ട് ജ്യൂസ് അടിച്ച് കൊടുത്തു. നിങ്ങളുടെ നാട്ടിൽ കപ്പയ്ക്കൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഷായുടെ നാട്ടിലൊക്കെ ഓമയ്ക്കാന്നൊക്കെയാണ് പറയുന്നത്. എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറ. അങ്ങനെ ഒരട്ടിയും ബീഫ് കറിയുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ഒരട്ടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ബീഫ് റോസ്റ്റും ആയിരുന്നു. പിന്നെ ബൽക്കിസ്മയുടെ വീട്ടിൽ നിന്ന് ആട് ഇറച്ചിയും കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ കഴിച്ച് ഗൈസ്. അങ്ങനെ ഞാനൊക്കെ കുളിച്ച്
ഒരു നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഒരു സംഭവമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഒരട്ടിയും കറിയും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് അലി മത്സരിച്ച് കഴിക്കുന്നത് പോലെയാണ് കഴിക്കുന്നത്. അപ്പം ഷായും മൂസനൊക്കെ എന്നെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞെന്നും പറഞ്ഞ് കളിയാക്കുക, വീണ്ടും എന്നിട്ട് വീണ്ടും കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പം നമ്മൾ ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. ഞങ്ങൾ രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചു. ഇനി ഉച്ചത്തെ ഫുഡ് ബൽക്കിസ്മാടെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലേ ഷാ? നോക്കേ ചീച്ചേ, ഇങ്ങനല്ല, നല്ലപോലെ ചെയ്യും. വീണ്ടും എന്താ പറയാൻ വന്നല്ലേ? ഞങ്ങൾ ക്യാഷ്വലായിട്ടുള്ളൊരു ടീഷർട്ടും ഒരു ജീൻസും ഞാൻ എടുത്തിട്ടു. ഷാ വേറൊരു ഷർട്ടും ജീൻസുമാണ് ഇട്ടത്. മറ്റേതെന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ പോയിരുന്ന ഒരു ഈദിൻ്റെയൊക്കെ ഒരു ഡ്രസ്സല്ലേ, അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇട്ടതുമില്ല. വൈകിട്ട് ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് ഇട്ടില്ല, ഞാൻ ഇട്ടില്ല. വൈകിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ച് ബാക്കി അന്നേരം കാണാം. അപ്പം ഞാനും ഷായും ഒരുമിച്ചുള്ള രണ്ടാമത്തെ ഈദാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നോയമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈദായിരുന്നു. അപ്പോൾ ഈ വർഷം രണ്ടാമത്തെ നോമ്പാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ റിലേഷനിലായിട്ട് 4 വർഷവും നോയമ്പായിട്ട് 2 വർഷമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഉമ്മിച്ചാമ്മയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഇങ്ങനെ അവിടെ കിടന്ന് പുരിപുരാന്ന് പൊരിയുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഉപ്പ കിടക്കുന്നു, ആച്ചു TV കാണുന്നു, ഷാക്കോടെ ഇരിക്കുന്നു, ഐഷുമ്മ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പുറത്തെ വീട്ടിൽ കൊറിയൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നു. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി സിബ് അങ്ങാണ്ട് ഊരി കൊടുത്തെന്നും പറഞ്ഞ് വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഐഷുമ്മയുടെ ഈ മുടിയുടെ ഈ സ്റ്റൈലുണ്ടോ, ഫ്രണ്ടിൽ കുറച്ച് മങ്കി ക്രാപ്പ് പോലെയും ബാക്കിൽ ഇങ്ങനെ ബോബ് കട്ടും ഷായാണ് വെട്ടിക്കൊടുത്തത്. നല്ല നീളമുള്ള വെച്ചിട്ട് മുടിയായിരുന്നു ഈ രീതിക്കാക്കി. പക്ഷേ ഈ രീതിക്കായിരുന്നു ഭംഗി, നല്ല ഭംഗിയുണ്ടായിരുന്നു കെട്ടിക്കൊടുക്കുമ്പോഴും എല്ലാം. അപ്പോൾ ഐഷുമ്മ ഒരുക്കിയിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സുന്ദരിയായി. ഈ ഒരു രീതിക്ക് നല്ല ഇറക്കമുള്ള മുടിയേക്കാളും നല്ല ഭംഗിയുണ്ട് ഈ ഒരു രീതിക്ക്. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ ഷിബൂപ്പാണ്. ഷിബൂപ്പാക്ക് ഈ വർഷം ചായയും ഞാനും കൂടെ ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഷർട്ട് ഇട്ട് കാണണം. അങ്ങനെ ഞങ്ങൾക്ക് ഷർട്ട് ഇട്ട് കാണിച്ചു തരും. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എപ്പോൾ കണ്ടാലും ഈ ഷർട്ട് ഇട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഷിബൂപ്പാടുത്ത് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഐഷുമ്മയും ഞാനും ഷായും ആച്ചുവും എല്ലാവരും കൂടെ പോയി ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഐഷുമ്മ ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ ഒരുക്കിയത്. അതിനുശേഷം കണ്ടാൽ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഐഷുമ്മ കാണിക്കുന്ന കുറേ അഹങ്കാരങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഔവയും കുറച്ച് കുറുമ്പ് കൂടുതലാണ്. I love you. എങ്കിൽ നാളത്തെ ഒരു മുത്തെന്താ, നാളത്തെ ഞാൻ തരട്ടും. അപ്പുറത്തോട്ടിട്ട് എന്താ അപ്പോൾ ഗൈസ് ഞങ്ങൾ പട്ടി ഷോയൊക്കെ കഴിഞ്ഞു, വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. നെച്ചോറ്, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്, പിന്നെ പരിപ്പ് കറി, പിന്നെ ആടിൻ്റെ റോസ്റ്റ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി ഷായും ഐഷുമായും ഉപ്പായും ഞാനും ആച്ചു എല്ലാവരും കൂടെ ഒരു പിടി പിടിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് കഴിക്കാം. അലിപ്പേന്നും പറഞ്ഞ് പിറകെ നടക്കുന്നതാണ് ഐഷുമ്മയുടെ പരിപാടി. അലിപ്പും അതുപോലെ തന്നെ ഐഷുമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ ഐഷുമ്മക്ക് വാരി കൊടുക്കുന്നു, അലിപ്പ് കഴിക്കുന്നു. ഞാനൊരു കാലൊക്കെ എടുത്ത് വെച്ചു ഗൈസ്, എനിക്ക് കാല് ഭയങ്കര ഇഷ്ടമാണ്, കോഴിക്കാല്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൊറിയർ വന്നതെന്ന് പറഞ്ഞ് ഷാ വെളിയിൽ പോകണമുണ്ടായിരുന്നു. ഞാനവിടെ ഇരിക്കുകയായിരുന്നു. ഷാ ഓടിക്കൊണ്ടുവന്ന് തന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു ഡ്രസ്സായിരുന്നു കണ്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് തന്നൊരു ഗിഫ്റ്റായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനൊട്ടും പ്രതീക്ഷയില്ല പെരുന്നാളിൻ്റെ ഇന്ന് തന്നെ ഈ ഒരു കൊറിയർ വരുമെന്നും ഷായും പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിച്ചില്ല. ഷാ വിചാരിച്ചത് പെരുന്നാൾ കഴിഞ്ഞായിരിക്കും വരുന്നതെന്നാണ്. ഞാനത് അപ്പം തന്നെ ഇട്ട് നോക്കി, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. എൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഷാ എടുത്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ്.
അപ്പോൾ വൈകിട്ട് ഞങ്ങൾ വർക്കല പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഞാൻ ഈ ഡ്രസ്സ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെരുന്നാളിൻ്റെ അന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും ഇരുന്ന് ടി വിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നൊന്ന് മയങ്ങുകയൊക്കെ ചെയ്തു, ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അലിക്ക് എമ്പുരാൻ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തു. അപ്പോൾ എമ്പുരാൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ പോയ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പെരുന്നാളിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൂസിനെ ചായ കൊണ്ട് കഴിഞ്ഞിട്ട് ബാബ പറയുന്നത് കേട്ടോളൂ. ഹേ ഗൈസ്, ഞങ്ങൾ ഇതാ വർക്കല പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച സമയത്തേക്കാൾ താമസിച്ച് പോയി ഗൈസ്. എന്ത് ചെയ്യാൻ ഈ പിള്ളേരെ കൊണ്ട്? ഞാൻ എത്ര നേരം കൊണ്ട് റെഡി ആയിരിക്കുമെന്ന് അറിയാം അല്ലേ? അപ്പം നമുക്ക് വർക്കല പോയിട്ട് വരാം. അപ്പം അവിടെ പോണ വഴിക്കുള്ളത് കാണാം. ബൈ. ഏതാ? നമ്മള് നാളെ സിനിമയ്ക്ക് ബുക്ക് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ റോ നടക്ക്. അത് മതി. രണ്ടാമത്തെ റോ മൂസിനെ പെട്ടും കാണ്ടോ ഇങ്ങോട്ടാ കുളിക്കാൻ പോവാ. ഹായ് പറയൂ ഗൈസ്. അതെ അലിക്ക് വീഡിയോ കാണിക്കുന്നത് ഇഷ്ടമേ അല്ല. ഇതിന് മുന്നേ ഞാൻ വീഡിയോസിലായിരിക്കും അലിക്ക് ഭയങ്കര ദേഷ്യം. ഇല്ലേ അല്ലേ? ഇല്ലേടാ. എനിക്കറിയത്തില്ല. അലിയെ കാണുന്നില്ല. ഇത് ഒറിജിനലി കേൾക്കുമ്പോഴത്തേക്ക് കൂടെ പഴിപ്പോ കൊള്ളാം. പണ്ടത്തെ റീൽസിലെ മെയിൻ വരികൾ ഇതൊക്കെ ഓർമ്മയുണ്ടോ മുസ്ന? ടിക്ടോക്കിലേക്ക് പക്ഷേ ഏറ്റില്ല. പിന്നെ ഞങ്ങളതൊക്കെ നിർത്തി ടിക്ടോക്കില്. അല്ല, നമ്മൾ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്തു. അന്നേരം ഞങ്ങൾക്കൊരു ആശ്വാസം. താന്നി വഴിയാണ് ജസ്റ്റ് നമ്മള് പോണത്. നല്ല തിരക്കുണ്ട് റോഡിലും ബീച്ചിലും ഒക്കെ. നോർമലി കാണുന്നതിനേക്കാളും നല്ല തിരക്കുണ്ട് അല്ലേ ഷാ? അല്ലേ ഷാ? ഇപ്പൊ ബീച്ചില്ല. ഫുള്ള് കടലിൽ. മൂസിനാട് ഓരോരോ വേണ്ടാത്ത സംശയങ്ങൾ. വണ്ടി ശ്രദ്ധിക്കില്ല. നീ വഴി കൂടെ ഒക്കെ പോയി
മണിക്കൂറോട്ട് കത്തിക്കൊണ്ടിരിക്കും. തീരാത്ത പടക്കമല്ലാണ്ട് പൊട്ടിക്കേരി. അടിപൊളി കാണാൻ. അടിപൊളി സൂപ്പർ വ്യൂ. ഭയങ്കര അടിപൊളിയല്ലേ? ഭയങ്കര അടിപൊളി. പയ്യെ പൊട്ടിക്ക് തോന്നിയത്. ഈ കുഞ്ഞിന്റെ മത്താപ്പ് പോയിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് സ്കൈ പൊട്ടി. എന്റെ കല്യാണത്തിന് ഓപ്പൺ കല്യാണം സ്റ്റേജ് കത്തിക്കാം. ഓപ്പൺ വഴി തെറ്റി. ഷായിക്ക് വഴി തെറ്റി. അവസാനം നമ്മൾ കണ്ടിട്ടില്ലാത്ത പല വഴികളിലൂടെ കടന്നു പോവുകയാണ്. ശാന്തിയെ പോലെ. അവസാനം നമ്മളിതാ എത്താറായിരിക്കുന്നു. ഒരു വെട്ടം വെളിച്ചൊക്കെ കാണുന്നുണ്ട് ഇവിടെ. നല്ല തിരക്കുണ്ട്. അതെ അതെ. മദാമ മദാമയെ കാണുമ്പോ ആശ്ചര്യപ്പെടണം. നീ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അവർക്ക് അല്ല, എനിക്കറിയത്തില്ല എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്. അവർ മനുഷ്യൻ ജയിച്ചു. നമ്മൾ ജയിച്ചു. പാരിപ്പള്ളി കടന്നു, ഏതൊക്കെയോ വഴി കടന്നു, ഒടുവിൽ റോഡും ക്രോസും കടന്നു ഞങ്ങൾ വർക്കല എത്തി. പറയൂ ഐഷമ്മ. ഇല്ല. പറയൂ ചക്കു. We reached Varkala Cliff. Yeah guys, we reached Varkala Cliff. കുപ്പി വെള്ളമൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും ഇവൻ എന്താ വേണം. ഇവിടെ എല്ലാം ഫില്ലായി. വണ്ടി ഫില്ലായി. നമുക്ക് സ്ഥലം കിട്ടി. ഇവിടെ വന്നപ്പോ ഗെറ്റപ്പ് മാറി. ഷർട്ട് ഊരി, പാന്റ് ഊരി തരുമോ അളിയ. കന്നാസും കടലാസും പോണ്. 2 ഗുണ്ടുമണികൾ. നോക്കട്ടെ, തിരിഞ്ഞു നോക്കി രണ്ടുപേരും. അതാണ് രാത്രി വരുന്ന വൈബൊന്നും വരില്ല. പക്ഷെ അത് കളിപ്പാട്ടം. കന്നാസും കടലാസും. അതിലൊരു പാട്ടുണ്ടല്ലോ ഡി. ആര് പാടുന്നത്? ആളത്താ കന്നാസും കടലാസും. ഇതുണ്ടോ? അയ്യോ ഈ വന്ന് ഇവിടെ പാട്ട് കിടക്കണം. ഇവിടുത്തെ ഷോപ്സ് ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമുക്ക് താഴെ ഇറങ്ങണം അല്ലേ ഷാ? വരാൻ പറ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയാണെങ്കിൽ കാട്ടിൽ കൂടെ ഇനി താഴെ ഇറങ്ങണം.
എങ്കിലേ ബീച്ചിലെത്തത്തോളൂ. അങ്ങോട്ട് പോവാ, അവിടെ ആൾക്കാരെ ഇവിടെ അവിടെ ഇരിക്കുന്നതിന് ഇവിടെ സേഫാണ്, ഇവിടെ അകത്തോട്ട് അടിക്കത്തില്ല. അങ്ങനെ മൂസിനായും അലിയും ചക്കുവും മാച്ചുവും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കടലിൽ. അപ്പോഴത്തേക്കും ഞാനിഷായും അവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ വർക്കലയിൽ ഞങ്ങൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്തും കല്യാണത്തിന് മുന്നേയും ഒക്കെ വരാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബീച്ചാണ്. ഞങ്ങൾ ഉമ്മയൊക്കെ ആയിട്ട് കല്യാണത്തിന് മുന്നേ വരുമായിരുന്നു വർക്കലയിൽ. അത് കണക്ക് തന്നെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരുമായിരുന്നു. അതൊക്കെ ഭയങ്കര നൊസ്റ്റു അടിച്ച് ഞങ്ങൾക്ക് അവിടെ വന്നിരുന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് നൊസ്റ്റു അടിച്ചിരിക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഗൈസ് കണ്ട, ഷായാണ് ആ വെള്ള ടീഷർട്ട്, ആ കറുത്ത ടീഷർട്ട് ഞാൻ, ആ ഓറഞ്ച് ആച്ചു, പിന്നെ അങ്ങനെ മൂസിന ചക്കു എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കളിക്കുകയാണ് വെള്ളത്തിൽ. ഞങ്ങൾ അങ്ങ് വരെ ഇറങ്ങി. പക്ഷേ വർക്കല നമുക്ക് സേഫാണ് കേട്ടോ, സേഫായിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് വർക്കല. അങ്ങ് വരെ ഇറങ്ങിയാലും കടലും കൊണ്ടുപോകില്ല, ഒന്നും കൊണ്ടുപോകില്ല, അത്ര ആഴമില്ല. ഞങ്ങൾ അവിടുന്ന് കുളിച്ച് മറിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അവസാനം ക്ഷീണിച്ച് പണ്ടാരടങ്ങി കേട്ടോ. അങ്ങനെ തകർത്ത് ഞങ്ങൾ കയറി എപ്പോഴോ എല്ലാവരും പാൻറ്റും മണ്ണായിരുന്നു, എല്ലാം പോയി. പക്ഷെ എൻ്റെ പാൻറ്റിൽ മാത്രം എന്താണെന്ന് എനിക്കറിയത്തില്ല, നിറച്ച് മണ്ണായിരുന്നു. മണ്ണൊക്കെ ഇപ്പോഴും കയ്യിലുണ്ട് കണ്ടോ. എന്റെ മുഖം ഒന്ന് നോക്കട്ടെ ഗൈസ്. നല്ല ചപ്ലിങ്ങ എന്റെ കരിയൊക്കെ സ്പ്രെഡായി. പക്ഷെ നോക്കട്ടെ, അൽഫൊക്കെ വെളുത്ത് തുടുത്തി. അതെ വിളക്കം. എന്റെ പാൻറ്റൊക്കെ കണ്ടോ, നിറച്ച് മണ്ണ. കണ്ടോ പാൻറ്റ് ഫുള്ള് മണ്ണ. ഞങ്ങളിന്ന് വെള്ളത്തിൽ കിടന്ന് കുളിച്ച് മറിഞ്ഞു ഗൈസ്. അപ്പൊ നമുക്കിനി വീട്ടിൽ പോവാം. ബൈ. മുനിയാണ്ടി പണ്ടാരങ്ങൾ
തിങ്കളേ തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ഇവർക്കൊരുവൻ കിഴക്കൊലിച്ച് താലിത്തേരെ പൊന്നും കെട്ടി മുത്തഴകമാണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ഞങ്ങൾ ഈ സ്പീഡിൽ പോണത് എന്താണെന്നറിയാവോ? ഷായി 60-80 കാണിച്ച് അതൊരു റീലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ റീൽ എന്തുവാണെന്നുള്ളത് അടുത്ത ആ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ട ഞങ്ങൾ അലർന്നൊക്കെയാണ് കാണുന്നത്, കണ്ട ആ ഒരു സ്പീഡ് കാണിച്ചിട്ട്. അപ്പോൾ അടുത്തതിനകത്ത് ആ റീൽ എന്താണെന്ന് കാണിച്ചു തരാം. തിരിഞ്ഞിട്ടേ കയറാളെ ഷാ. ഓക്കെ, നോക്കണേ മോൻ. എക്സ്പ്രഷൻ ഉണ്ട്. 400 420. കുഴപ്പമില്ല, വേറെ ഏതാണ്ട് സാധനത്തിന്റെ മണ്ടയ്ക്ക് കയറിയതാ. ഓക്കെ ഗൈസ്, ഞങ്ങൾ പോളയത്തോട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പെരുന്നാൾ വ്ലോഗ് ഇവിടെ തീരുകയാണ്. ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പൊ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ് സബീൽ അലീഫ്.